ഹായ് ചിൽഡ്രൻ. അപ്പോൾ മൈഥിലി ശരൺ ഗുപ്ജിയുടെ മനുഷ്യത എന്ന് പറയുന്ന കവിതയിലെ സാരാംശമാണ് ഇന്ന് ക്ലാസ്സിലെടുക്കുന്നത്. അപ്പോൾ അതിനു മുന്നേ നമുക്ക് മൈഥിലി ശരൺ ഗുപ്ജിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയാം. അപ്പോൾ മൈഥിലി ശരൺ ഗുപ്ജി 1886 to 1964. അപ്പോൾ അദ്ദേഹം ജനിച്ചത് 1886 അദ്ദേഹത്തിൻ്റെ മരണം 1964 ആയിരുന്നു. അദ്ദേഹം 1866 में झांसी के करीब चिरगांव में जन्मे मैथिली शरण गुप्त अपने जीवन काल में ही राष्ट्रकवि के रूप में विख्यात हुआ. അപ്പോൾ അദ്ദേഹം കരീബിലെ ചിരങ്കാവിൽ ആണ് അദ്ദേഹം ജനിച്ചത്. മൈഥിലി ശരൺ ഗുപ്ത് തൻ്റെ ജീവിതം എന്ന് പറയുന്നത് ദേശീയ കവിയായിട്ടാണ് അദ്ദേഹം പ്രശസ്തനായത്. ഇൻകെ ശിക്ഷ ദീക്ഷ ഘർ പർ ഹി ഹെ. അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വീട്ടിലായിരുന്നു. സംസ്കൃത്, അതേപോലെ തന്നെ ബംഗാല, മറാഠി, ബംഗാൾ और अंग्रेजी, മറാഠി और अंग्रेजी पर इनका समान अधिकार था. അപ്പോൾ അദ്ദേഹത്തിന് ബംഗാൾ, അതേപോലെ മറാഠി, സംസ്കൃത് ഇതേ ഭാഷകളിലെല്ലാം തന്നെ അതിനെന്താണ് തുല്യമായ പ്രാവീണ്യമാണ്, കഴിവാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അദ്ദേഹം ഒരു ഗുപ്ജി രാമഭക്തി കവിയായിരുന്നു, ഒരു രാമഭക്തനായിരുന്നു മൈഥിലി ശരൺ ഗുപ്ജി. അദ്ദേഹത്തിൻ്റെ കീർത്തിഗാനം അതേപോലെ തന്നെ ചിർസഞ്ചിത് അഭിലാഷ രഹി. അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ കുറേ കാലം ആയിട്ടുള്ള രാമനെ സ്തുതിക്കുക എന്നുള്ളത് തന്നെ കുറേ കാലത്തെ ഒരു ആഗ്രഹം ആയിരുന്നു. ഭാരതീയ ജീവൻ കോ സമഗ്രത മേ സമജ്നെ ഔർ പ്രസ്തുത കർണേ കാ ഭി പ്രയാസ്. അപ്പോൾ ഇന്ത്യൻ ജീവിതത്തെക്കുറിച്ച് സമഗ്രമായി മനസ്സിലാക്കാനും അവതരിപ്പിക്കാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഗുപ്തജി കി കവിതാ ഭാഷ വിശുദ്ധ ഗഡി ബോലി ഹെ ഭാഷ പർ സംസ്കൃത കാ പ്രഭാവ് ഹെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കവിതയിൽ വളരെയധികം എന്താ പറയുക, സംസ്കൃതത്തിൻ്റെ സ്വാധീനമുണ്ടായിരുന്നു. വളരെ വ്യക്തമായ ഭാഷ തന്നെ, യഥാർത്ഥ ഭാഷ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റേത്. ശുദ്ധമായിട്ടുള്ള ഭാഷ തന്നെയായിരുന്നു. കാവ്യക്ക് കഥാവസ്തു ഭാരതീയ ഇതിഹാസ് കെ ഐസെ अंशों से ली गई है जो भारत के अतीत का स्वर्ण चित्र പാഠക കെ സമാൻ ഉപസ്ഥിത് കർത്തെ ഹെ. അപ്പോൾ അതായത് ഇന്ത്യൻ ഭൂതകാലത്തിൻ്റെ സുവർണ ചിത്രം വായനക്കാരന് മുന്നിൽ അവതരിപ്പിക്കാനും ഇന്ത്യൻ ചരിത്രത്തിൻ്റെ അത്തരം ഭാഗങ്ങളിൽ നിന്ന് കവിതയുടെ വിഷയം ആണ് അദ്ദേഹം എടുത്തിരുന്നത്. അതേപോലെ തന്നെ ഗുപ്തജിക്ക് പ്രമുഖ കൃതികളാണ് സാകേത്, യശോധര, ജയദ്രഥ്, വധ്. ഗുപ്തജി കെ പിതാ സേഠ് രാംചരൺ ദാസ് ബി കവി. അദ്ദേഹവും എന്തായിരുന്നു, കവിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ്. ഇൻകെ ചോട്ടെ ഭായ്, ചെറിയ സഹോദരൻ, അതേപോലെ തന്നെ സിയാറാം ശരൺ ഗുപ്ജി പ്രസിദ്ധ കവി. അതുപോലെ തന്നെ സഹോദരനും എന്താണ് പ്രസിദ്ധനായിട്ടുള്ള കവിയായിരുന്നു. അപ്പോൾ ഇത്രയാണ് മൈഥിലി ശരൺ ഗുപ്ജിനെ കുറിച്ചിട്ട് പറയുന്നത്. അപ്പോൾ കവിനെ കുറിച്ചിട്ട് നന്നായി മനസ്സിലാക്കുക, അതിൻ്റെ മീനിങ്സ് മനസ്സിലാക്കുക, എന്നിട്ട് 3-4 സെൻറ്റൻസ് കവിനെ കുറിച്ച് പഠിച്ചു വയ്ക്കുക. ഓക്കെ. അപ്പോൾ നമുക്ക് കവിതയിലെ ഫസ്റ്റ് പാർട്ട് നോക്കാം. അതായത് മനുഷ്യത. മനുഷ്യത എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹ്യൂമാനിറ്റി അല്ലേ, മനുഷ്യത്വം എന്നാണ് മനുഷ്യത എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് മനുഷ്യത്വത്തെക്കുറിച്ച് ഈ കവിതയിൽ പറയുന്നതെന്ന് നോക്കാം. വിചാറുലോക്കി മർത്തി ഹോന മൃത്യു സേ ടരോ കബി മരോ പരന്തുയോ മരോം കി യാദ് ജോ കരോ സബി. അതായത് എന്താ പറയുന്നത്, വിചാറുലോക്കി മർത്തി ഹോന മൃത്യു സേ ടരോ കബി മരോ പരന്തുയോ മരോം കിയാദ് ജോ കരയും സബി. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മളെല്ലാവരും എന്താണ്, മർത്യരാണ്. മർത്യരെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും എന്താണ്, മനുഷ്യരാണ്. അതാണ് ഇന്ന മൃത്യു സേ ടരോ കബി. നമ്മൾ ഒരിക്കലും എന്തിനെ പേടിക്കരുത്, മൃത്യു അല്ലേ, മരണത്തെ പേടിക്കരുത്. അപ്പോൾ വിചാറിലോക്കി മർത്തിഹോ, നമ്മളെല്ലാവരും എന്താണ്, നമ്മളെല്ലാവരും ചിന്തിക്കണം, നമ്മളെല്ലാവരും മനുഷ്യരാണ്. മൃത്യു സേ ടരോ കബി, നമ്മൾ ഒരിക്കലും എന്തിനെ, മരണത്തെ പേടിക്കാനായിട്ട് പാടില്ല. മരോ പരന്തുയോ മരോം കി യാദ് ജോ കരയോ സബി. അപ്പോൾ നമ്മൾ മരിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെ നമ്മൾ മരിക്കുകയാണെങ്കിൽ നമ്മളെ എല്ലാവരും ഓർക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ അപ്പോൾ യോ പരന്തുയോ മരം, നമ്മളങ്ങനെ മരിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ ഓർക്കണം. അതിന് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, എന്തെങ്കിലും ചെയ്യാൻ നല്ലത് ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മളെ എന്ത് ചെയ്യുള്ളൂ, മരണത്തിന് ശേഷം എല്ലാവരും ഓർക്കുകയുള്ളൂ. അപ്പോൾ അതാണ്
കവിതയിൽ അല്ലേ, നമ്മൾ ഒരു മനുഷ്യനായിട്ട് ജീവിക്കുന്നു എങ്കിൽ നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കരുത്, നമ്മൾ എപ്പോഴും മനുഷ്യത്വമുള്ളവരാവണം. അതാണ് കവി ഇവിടെ ചിന്തിക്കാനായിട്ട് നമുക്ക് പറഞ്ഞിരുന്നത്. അപ്പോൾ പൂർണ്ണമായിട്ടും നമ്മൾ എന്താണ് മരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നല്ല മരണമായിരിക്കണം എന്നുള്ളതാണ്. ഹുയീനയോം സുമൃത്തിത്തോ വൃഥാ മരേ വൃഥാ ജിയേ മരാ നെഹി വഹി കി ജോ ജിയാന്ന ആപ്പ് കേലിയെ. അപ്പോൾ നമ്മൾ ഈ ലോകത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് വേണ്ടിയിട്ട് ഈ ലോകത്ത് നമ്മൾ എന്ത് ചെയ്യരുത്, നമുക്ക് വേണ്ടി മാത്രം ജീവിക്കരുത്, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി കൂടെ ജീവിക്കണം. ഒരിക്കലും അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചാൽ എന്താവില്ല, വൃഥാ ജിയ, ഒരിക്കലും അത് വെറുതെ ആവില്ല. അതാണ് രണ്ടാമത്തെ സ്റ്റാൻസയിൽ പറയുന്നത്. ഹുയീന സുമൃത്തിത്തോ വൃത മരേ വൃഥ ജിയേ മരാ നെഹി വഹി കിജോ ജിയാ ആപ്പ് കേലി. ആപ്പ് കേലി, നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് മാത്രമല്ല ജീവിക്കേണ്ടത്, നമ്മൾ എന്ത് ചെയ്യണം, മറ്റുള്ളവർക്ക് വേണ്ടി കൂടെ ജീവിക്കണം, മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യണം. അപ്പോൾ അതാണ് നമ്മൾ സമൂഹത്തിന് വേണ്ടിയിട്ട് നല്ലത് ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ എന്താവുള്ളൂ, ആ മരണം വൃഥ അല്ലേ, ഉപകാരം ചെയ്യുന്നതാണ്, വെറുതെ ആവില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചാൽ ഒരിക്കലും അത് എന്ത് ചെയ്യില്ല, വെറുതെ ആവില്ല. അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് പറയുന്നത്. ഇനി വഹി പശു പ്രവൃത്തി ഹേക്ക് ആപ്പ് ഹി ചരേ അല്ലേ. സാധാരണ നമുക്കറിയാം മൃഗങ്ങൾ അവരവർക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ പശു പ്രവൃത്തി ഹേക്ക് അല്ലേ, അതായത് എന്താണ് ആപ്പ് ഹി ചരേ അല്ലേ, അവർ മൃഗങ്ങൾ എപ്പോഴും എന്താണ് അവരവർക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്, അവർ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്നില്ല. അപ്പോൾ അതുപോലെ മഹി മനുഷ്യ ഹേ കിജോ മനുഷ്യ കേലിയെ അതുപോലെ മനുഷ്യർ അങ്ങനെ ചെയ്യരുത്. നല്ല മനുഷ്യരെന്താണ് മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ജീവിക്കുന്നവരാണ്. അപ്പോൾ അതാണ് നമ്മൾ നമുക്ക് വേണ്ടി മാത്രമല്ല മറ്റുള്ളവർക്ക് കൂടി വേണ്ടിയിട്ട് ജീവിക്കണം. നല്ല ഒരു മനുഷ്യൻ്റെ മരണം എന്ന് പറയുന്നത് എന്താണ്, മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ഒരു മനുഷ്യനാണെങ്കിൽ അവരുടെ മരണം ഒരിക്കലും വെറുതെ ആവില്ല. അവരുടെ എന്താണ്, അവരുടെ ജീവിതകാലം മുഴുവൻ ആളുകൾ അവരെ ഓർക്കും. അപ്പോൾ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മളിപ്പോൾ അബ്ദുൽ കലാമിനെ പോലെ അങ്ങനെയുള്ള ആളുകളെ പ്രശസ്തമല്ലേ, രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് സംഭാവന ചെയ്ത ഒരുപാട് വ്യക്തികളുണ്ട്. അപ്പോൾ അവരെ പോലെയൊക്കെ ആവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് വേണ്ടി മാത്രമല്ല മറ്റുള്ളവർക്ക് വേണ്ടി കൂടെ ജീവിക്കണം. കവി പറയുന്നത് എന്താണ്, നമ്മൾ എല്ലാവരും മനുഷ്യരാണ്. കവി കഹ്താ ഹേ കി ഹമേ യഹ് ജാൻ ലേന ചാഹിയേ കി, നമ്മളെല്ലാവരും എന്താണ് മനുഷ്യരാണ് അല്ലേ. അപ്പോൾ നമ്മളെല്ലാവരും ഒരിക്കലും എന്ത് ചെയ്യരുത്, മരണത്തെ പേടിക്കരുത്. പിന്നെന്താ പറയുന്നത്, कवि कहता है कि हमें कुछ ऐसा करना चाहिए कि लोग हमें मरने के बाद भी യാദ് കരയും. നമ്മൾ എന്താണ് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, അങ്ങനെ ആവുമ്പോൾ നമ്മൾ എന്തായാലും മരിക്കും അല്ലേ, പക്ഷെ എല്ലാവരും നമ്മൾ എന്ത് ചെയ്യും, ഓർക്കുമെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ജോ മനുഷ്യ ദൂസരോം കെ ലിയെ കുച്ച് ബി ന കാർ സകെ ഉൻകാ ജീന ഔർ മർന ദോനോ ബേക്കാർ ഹെ അല്ലേ. ഒരു മനുഷ്യന് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്തില്ല എങ്കിൽ അവൻ്റെ ജീവിതവും മരണവും എന്താണ്, വെറുതെയാണ്. അവന് അങ്ങനെ മരണം എന്താണ്, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരിക്കലും എന്ത് ചെയ്യില്ല, ജീവിച്ചാൽ മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്ത് അവരുടെ ജീവിതം എന്ന് പറയുന്നത് വെറുതെ ആവില്ല. അപ്പോൾ അവന് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അങ്ങനെ ആകുമ്പോൾ മരിച്ചാലും ആരും തന്നെ മറക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ക്യോം കി അപ്പനെ ലിയെ ജാൻവർ ബി ജീത്തെ ഹേ കവി കെ അനുസാർ കവി, അതായത് മൃഗങ്ങളെ പോലെ ഒരിക്കലും ആവരുത് എന്നാണ് പറയുന്നത്. കവി കെ അനുസാർ മനുഷ്യ ഹി ഹേ ദൂസരോ മനുഷ്യൻ കെ ലിയെ മരേ അർത്ഥാത് ജോ മനുഷ്യ ദൂസരോം കി ചിന്ത കരേ വഹി അസലി മനുഷ്യ കഹലാത്ത ഹേ. അപ്പോൾ യഥാർത്ഥ മനുഷ്യൻ എന്ന് പറയുന്നത് എന്താണ്, മനുഷ്യത്വമുള്ളവരാണ്. അതായത് അവരവർക്ക് വേണ്ടി ജീവിക്കുകയും അതായത് എന്താണ് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുക, അതേപോലെ തന്നെ എന്താണ് മരിക്കുകയും ചെയ്യുക. മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴാണ് ഒരാൾ മനുഷ്യനാവുന്നത്, നല്ലൊരു വ്യക്തി ആവുന്നത്. അങ്ങനെയുള്ള ആളുകൾ ഒരിക്കലും എന്തില്ല, ഈ ലോകത്ത് നിന്ന് മരിക്കുന്നില്ല. അപ്പോൾ മനുഷ്യന് എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിക്കണം, അതാണ് യഥാർത്ഥ മനുഷ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യത്വം ഉള്ളവനായിരിക്കണം, മനസ്സിൽ പൂർണ്ണമായിട്ടും എന്താണ് മനുഷ്യത്വം ഉണ്ടാവണം. അങ്ങനെ ആവുമ്പോഴാണ് നല്ല ഒരു മരണം നമുക്ക് ഉണ്ടാവുകയുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് എന്താണ്, ഉസി ഉദാർ കി കഥ സരസ്വതി ബക്കാനദി അല്ലേ. ഉസി ഉദാർ അല്ലേ, ആ ദാനശീലൻ, ആ മഹാൻ, അങ്ങനെയുള്ള ആളുകൾ ദൈവത്തിൻ്റെ സരസ്വതി ബക്കാനദി, ദൈവത്തിൻ്റെ എന്തുണ്ടായിരിക്കും, അവർക്ക് ബക്കാനദി അനുഗ്രഹം ഉണ്ടായിരിക്കും.
ഉസി ഉദാർ സെ ധര കൃതാർത്ഥ ഭാവുമാനതിൽ ആ ഉദാരതയുള്ളവൻ അവരുടെ കീർത്തി എന്തിരിക്കും, ഉയർന്നിരിക്കും എന്നാണ് പറയുന്നത്. ഉസി ഉദാർ കി സദാ സജീവ് കീർത്തി കൂസ്തി, അവരുടെ ആ കീർത്തി എപ്പോഴും ഉയർന്നിരിക്കുകയും അവരെന്ത് ചെയ്യും, ലോകം മുഴുവൻ അവരുടെ കീർത്തി വ്യാപിക്കുകയും ചെയ്യും. തഥാ ഉസി ഉദാർക്കോ സമസ്ത സൃഷ്ടി പൂജിത്തി, എല്ലാ ആളുകളും അവരെ, ഈ ലോകം മുഴുവൻ അവരെ കീർത്തി വ്യാപിക്കുകയും അവരെ പൂജിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ലോകം മുഴുവൻ യുഗങ്ങളായിട്ട് അവരുടെ പ്രശസ്തി ലോകം മുഴുവൻ വ്യാപിക്കുകയും ദാനശീലത, അതേപോലെ ഭൂമിയിൽ എന്താണ് ധന്യരായിട്ടുള്ള ആളുകൾ, നല്ല ആളുകൾ അല്ലെങ്കിൽ മഹാനായിട്ടുള്ള മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന ആളുകളെ വേർപിരിയാത്ത വിധത്തിൽ ആ വ്യക്തി ലോകം മുഴുവൻ അവരുടെ കീർത്തി വ്യാപിക്കും, അവരെ എല്ലാവരും പൂജിക്കുമെന്നാണ് പറയുന്നത്. അഖണ്ഡ് ആത്മാഭാവി ജോ അസീം വിഷുമേ ഭരെ, അഖണ്ഡ് അവർ ഒരിക്കലും വേർപിരിയില്ല അല്ലേ, യഥാർത്ഥ മനുഷ്യൻ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നവരാണ്. അവരുടെ കീർത്തി എന്ന് പറയുന്നത് എന്താണ്, അതിരില്ലാതെ വ്യാപിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ വിഷുമേ ഭരെ വഹി മനുഷ്യ ഹേ കി ജോ മനുഷ്യ കെ ലിയേ വരെ, അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നവർ ഒരിക്കലും അവരുടെ കീർത്തി വ്യാപിക്കും എന്നാണ് പറയുന്നത്. ഇപ്പോൾ कवि कहता है कि जो मनुष्य अपने पूरे जीवन में दूसरों की चिंता करता है उस महान व्यक्ति का तथा गुण गान सरस्वती अर्थात पुस्तकों में किया जाता है. അതായത് ഒരു വ്യക്തി എന്താണ്, അവന് ഒരു മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിക്കുകയാണെങ്കിൽ അവന് ലോകം മുഴുവൻ വ്യാപിക്കുകയും അവന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവുകയും അതേപോലെ തന്നെ പുസ്തകങ്ങളിൽ അവൻ നിലനിൽക്കുകയും ചെയ്യുമെന്നാണ് പറയുക. അപ്പോൾ ഒരു ദാനശീലതയുള്ള അവൻ ധന്യനാണ് വ്യക്തി അല്ലേ, ലോകത്തിൽ വേർപിരിയാത്ത ഭാവത്തിൽ ലോകം മുഴുവൻ അവരുടെ കീർത്തി വ്യാപിക്കുമെന്നാണ് പറയുന്നത്. പൂരി ധർത്തി ഉസ് മഹാൻ വ്യക്തി ഖാ ബാരിർ അല്ലേ, ലോകം മുഴുവൻ ആ വ്യക്തിയുടെ വേർപിരിയാത്ത വിധത്തിൽ ലോകം മുഴുവൻ അവരുടെ കീർത്തി വ്യാപിക്കും എന്നാണ് പറഞ്ഞത്. അവർ പുരാ സൃഷ്ടി ഉൻകി പൂജ കർത്തി ഹെ, ഈ ലോകം മുഴുവൻ അവരെ എന്ത് ചെയ്യും, കീർത്തി വ്യാപിക്കുകയും പൂജിക്കുകയും ചെയ്യും. കവി कहता है कि जो व्यक्ति पूरे संसार को अखंड भाव और भाईचारे की भावना में बांधता है वह व्यक्ति सही मायने में मनुष्य कहलाने योग्य होता है. അതായത് അവർ വേർപിരികയില്ല എന്നാണ് പറയുന്നത്. ഒരു യഥാർത്ഥ മനുഷ്യൻ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നവരാണ്. അപ്പോൾ അവരുടെ കീർത്തി എന്ന് പറയുന്നത് ഈ ലോകം മുഴുവൻ അതിരില്ലാതെ വ്യാപിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളവരെ, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നവരെ ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ടാവും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു മനുഷ്യനെ എന്ന് പറഞ്ഞാൽ എന്താണ്, മറ്റുള്ളവരെയും കൂടി സഹായം ചെയ്യാനുള്ള മനോഭാവം ഉണ്ടാവുന്ന, മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ജീവിക്കണം എന്നുള്ളതാണ് കവി ഈ ലൈനിലൂടെ പറയുന്നത്. ഇനി അടുത്ത എന്താണ്, ക്ഷുതാർത്ഥ രന്തി ദേവിനെ ദിയ കരസ്ത് ദാൽബി, അതായത് ക്ഷുതാർത്ഥ രന്തി ദേവ് അല്ലേ, രന്തി ദേവൻ തൻ്റെ കയ്യിലിരിക്കുന്ന, അപ്പോൾ വിശന്നു വലഞ്ഞിട്ടുള്ള രന്തി ദേവൻ തൻ്റെ കയ്യിലിരുന്ന കരസ്ത് അല്ലേ, കയ്യിലിരുന്ന ആ ഭക്ഷണപാത്രം എന്ത് ചെയ്തു, ആ ഭിക്ഷക്കാരൻ വന്ന് ചോദിച്ചപ്പോൾ അയാൾക്ക് കൊടുക്കുകയാണുണ്ടായത്. തഥാ തദീജീനെ, ഇനി തദീജി ദിയ നൽകി, അദ്ദേഹം എന്താ നൽകിയത്, സന്യാസി നൽകി പരാർത്ത് അസ്ഥി ജാൽബി, തൻ്റെ അസ്ഥി അല്ലേ, തൻ്റെ ആ അസ്ത്രം എന്ത് ചെയ്തു, ദാനം ചെയ്തു. അപ്പോൾ ഹട്ടി അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താ പറയുന്നത്, അതായത് ദേവന്മാരും അസുരന്മാരും തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ ദേവന്മാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് തദീജി തൻ്റെ അസ്ത്രം ദാനം ചെയ്തു എന്നാണ് പറയുന്നത്. ഉഷീനർ ക്ഷിതിഷ്നെ സ്വമാംസ ദാൻ ബിക്കിയ, സ്വന്തം മാംസം ദാനം ചെയ്തു. ആരാണ് ഈ ഉഷീൻ, അതായത് ശിവമഹാരാജാവ് എന്ത് ചെയ്തു, പ്രാവിൻ്റെ അല്ലേ എന്ത് ചെയ്തു, കബൂത്തറിൻ്റെ പ്രാണരക്ഷാർത്ഥം തൻ്റെ ശരീരം എന്ത് ചെയ്തിട്ടുണ്ട്, ദാനം ചെയ്തു. അപ്പോൾ അതാണ് പറയുന്നത്, സ്വന്തം മാംസം തന്നെ എന്ത് ചെയ്തു, ദാനം ചെയ്യുകയുണ്ടായി. ഇനി സഹർഷ് വീർ കർണിനെ ശരീർ ചർമ്മ ഭീതിയ അല്ലേ, സഹർഷ് വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് എന്ത് ചെയ്തത്, കർണന്, കുന്തിദേവിയുടെയും സൂര്യൻ്റെയും പുത്രനായ കർണന് എന്താണ്, തൻ്റെ കവചകുണ്ടലം ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, ആ കവചകുണ്ടലം എന്ത് ചെയ്തു, പരാജയം വരാതെ ആയുധം തിരിച്ചു ചോദിച്ചപ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് തന്നെ കർണൻ എന്ത് ചെയ്തു, സന്തോഷത്തോടു കൂടി തന്നെ കവചകുണ്ടലം തിരിച്ച് കൊടുക്കുകയാണ്. വളരെ ഹാപ്പി ആയിട്ട് തന്നെയാണ് തിരിച്ച് കൊടുത്തത്.
അപ്പോൾ പാണ്ഡവർ യുദ്ധത്തിൽ ജയിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കർണൻ എന്ത് ചെയ്യണം? കവചകുണ്ടലം എന്ത് ചെയ്യണം? വളരെ സന്തോഷത്തോട് കൂടിയിട്ട് അവർക്ക് നൽകുകയാണ്. കാരണം പാണ്ഡവർ യുദ്ധത്തിൽ ജയിക്കണമെങ്കിൽ അത് ആവശ്യമാണ്. അപ്പോൾ ആ കവചകുണ്ടലം, കർണൻ്റെ കവചകുണ്ടലം തിരിച്ച് ചോദിച്ചപ്പോൾ എന്ത് ചെയ്തു? ആ ആയുധം തിരിച്ച് കവചകുണ്ടലം തിരിച്ചു കൊടുക്കണം. അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അത് കൊടുക്കാൻ തയ്യാറായി എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി അനിത്യ ദേഹ് കേലിയെ അനാദി ജീവിക്കാട്ടരെ വഹി മനുഷ്യ ഹേ കിജോ മനുഷ്യ കേലിയെ മര. അപ്പോൾ അനിത്യ, എപ്പോഴും നശിച്ചു പോകുന്ന അല്ലേ, നശ്വരമായിട്ടുള്ള ഈ ദേഹത്തിന് വേണ്ടി, ദേഹ് കേലി അനിത്യ ദേഹ്, എപ്പോഴും നശിച്ചു പോകുന്ന അല്ലെങ്കിൽ എപ്പോഴോ മരിച്ചു പോകുന്ന, എന്തായാലും മരണം സംഭവിക്കുന്ന ഈ ദേഹത്തിന് വേണ്ടി അനാദി ജീവിക്കാക്കരെ, നമ്മൾ ദേഹത്തിന് വേണ്ടി നമ്മൾ എന്തിനാണ് ഭയക്കുന്നത്? നമ്മൾ എന്തിനാണ് ഭയക്കുന്നത്? എന്തിനാണ് ചോദിക്കുക. മരണത്തെ ഭയക്കുന്നത് എന്തിനാണ്? എപ്പോൾ വേണമെങ്കിലും മരിക്കാം അല്ലേ? പലരും എന്ത് ചെയ്യും? പലർക്കും ജീവിതം ത്യാഗം ചെയ്തവരാണ്. അപ്പോൾ മനുഷ്യത്വം എന്ന് പറയുന്നത് അതാണ്. അവരാണ് യഥാർത്ഥത്തിലുള്ള മനുഷ്യരെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എപ്പോൾ വേണമെങ്കിലും മരിക്കാം. അതുകൊണ്ട് തന്നെ നല്ലത് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിക്കുക എന്നുള്ളതാണ് പറയുന്നത്. तो कवि कहता है कि पौराणिक कथाएं ऐसे व्यक्तियों के उदाहरण की भरी पड़ी है അല്ലേ? പുരാണ കഥകളിൽ ഒരുപാട് വ്യക്തികളുടെ ഉദാഹരണം നിറഞ്ഞു നിൽക്കുന്നതാണ്. ജിന്നോനെ അപ്പനെ പൂരാ ജീവൻ ദൂസരയും കെലിയെ ത്യാഗ് ദിയ അല്ലേ? അവരുടെ ജീവൻ എന്ന് പറയുന്നത് എന്താണ്? മറ്റുള്ളവർക്ക് വേണ്ടി ധ്യാനം ചെയ്യുന്നതാണ്. ജിസ് കാരണത്താൽ ഉനെ ആജ് തക് യാദ് കിയ, ഇന്ന് വരെയും അവരെന്ത് ചെയ്തു? അതുകൊണ്ട് തന്നെയാണ് അവർ ഓർമ്മിക്കപ്പെടുന്നത്. ഭൂഖ് സെ പരേഷാൻ രന്തി ദേവിനെ अपने हाथ की आखिरी डाली भी दान कर दी थी और महर्षि दधीजी ने तो अपने पूरे शरीर की हड्डियां बनाने के लिए दान कर ദീദി. അതായത് വിശന്ന് വലഞ്ഞിട്ടുള്ള രന്തിദേവന് തൻ്റെ കയ്യിലിരിക്കുന്ന ഭക്ഷണപാത്രം എന്ത് ചെയ്തു? മുന്നിലുള്ള ഭിക്ഷക്കാര സന്യാസി വന്ന് ചോദിച്ചപ്പോൾ അയാൾക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം സ്വയം എന്ത് ചെയ്യുകയാണ്? വിശന്നിരിക്കുകയാണ്, ഭക്ഷണം കഴിക്കാതെ. അതേപോലെ തന്നെ തദീജി എന്ത് ചെയ്യുകയാണ്? തൻ്റെ അസ്ത്രം ദാനം നൽകുകയാണ്. അപ്പോൾ ഈ അസ്ത്രം ദാനം ചെയ്തെന്ന് പറഞ്ഞാൽ മഹാദേവന്മാരും അസുരന്മാരും തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ ദേവന്മാരെ രക്ഷിക്കാൻ വേണ്ടി തദീജി എന്ത് ചെയ്തു? തൻ്റെ അസ്ത്രദാനം നൽകി എന്നാണ് പറയുന്നത്. ഉഷിനർ ദേശ് കെ രാജ, ഉഷിനർ ദേശത്തിലെ ശിവമഹാരാജാവ് എന്താണ് ചെയ്തത്? രാജാ ഷിബീനെ കബൂത്തർ കി ജാൻ അല്ലേ, പ്രാവിൻ്റെ കബൂത്തറിൻ്റെ ജീവൻ രക്ഷാർത്ഥം പൂരാ മാംസ ദാൻ കർദിയ, തൻ്റെ മാംസം മുഴുവൻ ദാനം ചെയ്യുകയാണ്. വീർ കർണിനെ അപ്പനെ ഗുഷീസെ അപ്പനെ ശരീർ കാ കവച് ദാൻ കർദിയ. ഇനി വീരനായിട്ടുള്ള ആ കർണൻ തൻ്റെ വളരെ സന്തോഷത്തോടു കൂടി തന്നെ തൻ്റെ കവചകുണ്ടലമായ അത് എന്ത് ചെയ്തു? ദാനം ചെയ്തിട്ടുണ്ട്. കവി കൈന ചത്തഹേക്ക്, അപ്പോൾ കവി പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്താണ്? മനുഷ്യ നശ്വർ കേലിയെ ക്യോം ടർത്ത, ഈ നശ്വരമായ ലോകത്തിൽ അല്ലേ എന്തിനാണ് മനുഷ്യന് മരണത്തെ ഭയക്കുന്നത് എന്നാണ്. നശ്വരമായി നശിച്ചു പോകുന്ന ഈ ദേഹത്തിന് വേണ്ടിയിട്ട് എന്തിനാണ് നാം ഭയക്കുന്നത് എന്നാണ് കവി ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും വേണമെങ്കിലും മരിക്കും അല്ലേ? പലർക്കും ജീവിതം ത്യാഗം ചെയ്തവരാണ്. അപ്പോൾ മനുഷ്യത്വം എന്ന് പറയുന്നത് അതാണ് എന്നാണ്. മനുഷ്യ വഹി കൈലാത്ത ഹേക്ക് ദൂസരോം കേലിയെ അപ്പന ആപ്കോ ത്യാഗ് ദേത്താ ഹേ, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ യഥാർത്ഥത്തിൽ ഉള്ളവരെന്ന് പറഞ്ഞാൽ എന്താണ്? ത്യാഗം ചെയ്യുന്നവരാണ്. അതാണ് യഥാർത്ഥ മനുഷ്യൻ എന്ന് കവി പറയുന്നു. ഹൈ ചിൽഡ്രൻ, അപ്പോൾ നമുക്ക് ഈ കവിതയുടെ ലെങ്ത്ത് ഉള്ളതുകൊണ്ട് തന്നെ പാർട്ട് 2 മനുഷ്യത പാർട്ട് 2 ആയിട്ടാണ് ഞാൻ ഈ പോയം ഇടുന്നത്. അപ്പോൾ ഇതുവരെ എല്ലാവരും മിസ്സിൻ്റെ ലെസൺ കണ്ട എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം കേട്ടോ.